ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 23. ജീവജലം. നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. ആൻഡ്രിയയുടെ ഗാർഹിക ജീവിതം അസ്ഥിരമായിരുന്നു. അവൾ 14-ാം വയസ്സിൽ വീട് വിട്ട് ജോലി കണ്ടെത്തി സുഹൃത്തുക്കളോടൊപ്പം താമസിച്ചു. സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടി കൊതിച്ച അവൾ പിന്നീട് തനിക്ക് മയക്കുമരുന്ന് പരിചയപ്പെടുത്തിയ ഒരാളോടൊപ്പം താമസിച്ചു. അവൾ സ്ഥിരമായി കുടിക്കുന്ന മദ്യത്തിൽ മയക്കുമരുന്ന് ചേർത്തു. എന്നാൽ ബന്ധങ്ങളും വസ്തുക്കളും അവളുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല. അവൾ തിരച്ചിൽ തുടർന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾ യേശുവിലുള്ള ചില വിശ്വാസികളെ കണ്ടുമുട്ടി. അവർ അവളോടൊപ്പം പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം സ്നേഹത്തിനു വേണ്ടിയുള്ള തന്റെ ദാഹം ശമിപ്പിക്കുന്നവനെ യേശുവിനെ അവൾ കണ്ടെത്തി. യേശു വെള്ളത്തിനായി കിണറ്റിനരികെ സമീപിച്ച ശമരിയക്കാരിയായ സ്ത്രീയെയും തന്റെ ദാഹം ശമിച്ചതായി കണ്ടു. പകലിന്റെ ചൂടിൽ അവൾ അവിടെ ഇരുന്നു. ഒരു പക്ഷേ അത് അവളുടെ ഒന്നിലധികം ഭർത്താക്കന്മാരുടെ ചരിത്രവും അവളുടെ നിലവിലെ വ്യഭിചാര ബന്ധവും അറിയാമായിരുന്ന മറ്റു സ്ത്രീകളുടെ തുറിച്ചുനോട്ടങ്ങളും കുശുകുശുപ്പുകളും ഒഴിവാക്കാൻ വേണ്ടി ആയിരുന്നിരിക്കാം. യേശു അവളുടെ അടുത്ത് ചെന്ന് അവളോട് കുടിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ സാമൂഹിക വ്യവസ്ഥകളെ അദ്ദേഹം ലംഘിച്ചു. കാരണം ഒരു യഹൂദ ഗുരു എന്ന നിലയിൽ ഒരാൾ സാധാരണയായി ഒരു ശമരിയ സ്ത്രീയുമായി ആശയവിനിമയം നടത്തില്ല. എന്നാൽ അവളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവജലം എന്ന സമ്മാനം അവൾക്ക് നൽകുവാൻ യേശു ആഗ്രഹിച്ചു. അവളുടെ ദാഹം ശമിപ്പിക്കാൻ യേശു ആഗ്രഹിച്ചു. യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നാമും ഈ ജീവജലം കുടിക്കുന്നു. യേശുവിനെ അനുഗമിക്കാൻ മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് നമുക്കും ഈ ജീവജലം പങ്കിടാം. ദൈവത്തിന് മഹത്വം.